നിനക്ക് അപ്പനെ കിട്ടിയപ്പോ ഈ വല്യപ്പച്ചനെ വേണ്ട അല്ലേ? വേണം, അതല്ലേ ഞാൻ വന്നത്. ഞാൻ കഴിച്ചോളാം. അത് വല്യപ്പച്ചന്റെ സൂത്രമച്ചി. മാറിയാലേ ആ ജനലിലൂടെ പുറത്തേക്ക് കളയും. ഓടാൻ കള്ള. അപ്പ ഞാൻ തോട്ടത്തിൽ പോയിട്ട് വയ്ക്കോ. താക്കോൽ മറന്നല്ലേ? ആ, നീയും കയറി, നമുക്ക് തോട്ടത്തിലൊക്കെ ഒന്ന് ചുറ്റിട്ട് വരാം. വാ. അയ്യോ, എനിക്ക് അടുക്കള ജോലി കിടക്കും. നീ ഇങ്ങനെ അടുക്കളക്കാരിയായിട്ട് ഇവിടെ കഴിയുന്ന എനിക്കിഷ്ടമല്ല. വേറെയും ചിലരൊക്കെ ഉണ്ടല്ലോ. കയറി. എന്തേ പറയുന്നേ? എനിക്ക് പള്ളിയിൽ പോകാൻ നേരമായി. എങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പള്ളിയിൽ പോവാം. ഞാൻ ഉടനെ വരും. മാത്തുക്കുട്ടി വരത്തില്ല, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എടീ, നിന്നെ കൂടെ എടുത്ത് വണ്ടി ഓടിക്കാൻ്റെ മോഹം, അതുകൊണ്ടാ. നമുക്ക് ഒരുമിച്ച് പോവാം. സമ്മതിച്ചോ? ആ, താമസം ഞാൻ പോവും. വർഗീസ് എങ്ങോട്ടാ? അപ്പന് സുഖമില്ല. ഇപ്പൊ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഡോക്ടർമാർ പലതും പറയുന്നുണ്ട്. വർഗീസിനെ കാണാൻ അപ്പന് ആഗ്രഹം കാണും. എന്തിനാ? എനിക്കെല്ലാം അറിയാം. നേരത്തെ അറിയാമായിരുന്നു. ഇതുവരെ നിന്നോട് അവൈരാഗ്യം തീർക്കായിരുന്നു ഞാൻ. ഇന്ന് ഞാനത് തിരുത്തുന്നു. വർഗീസിനോട് മാത്രമല്ല, എന്റെ ഭാര്യയോടും. വർഗീസ് വീട്ടിലേക്ക് വരണം. മാത്തുക്കുട്ടിയാ? ഇവര് നമ്മളെ പണിക്കാരാ. തനിക്കെന്താണ് ഇവിടെ കാര്യം? കണ്ടിട്ട് മനസ്സിലായില്ല. നമ്മള് ഷോട്ടിങ് നടത്തുക. തന്നെ തന്നോ വഴിയാണോ തോട്ടം? ഇറങ്ങി പോണ വഴിയാക്കി. മാത്തുക്കുട്ടി ചൂടാനല്ല. കൊണ്ടുവരാ കടലാസ്. ചാക്കോച്ചൻ മോനാളി ഒപ്പിട്ടതാ ഈ രേഖ. ചാക്കോച്ചൻ തന്നെ അല്ലേ എന്റെ തന്ത. അല്ലെങ്കിൽ നമ്മൾ പോയേക്കാം. എന്താണ്ടാ ചേരനെ കണ്ടിട്ട് പാമ്പാണ് പഴിച്ചെനിക്ക് കുന്തമുണി ഞെക്കണത്. ഓടി പഴയക്കണ. ആരോട് ചോദിച്ചിട്ടാണ് ആ തോട്ടം ഷോട്ടറിങ് കൊടുത്തത്? അപ്പനാ കൊടുത്തത്. നീ കൊറിപ്പിച്ചു. നിന്റെയൊക്കെ തോന്നിയ വാസത്തിന്. അപ്പന്റെ മുതലുകൊണ്ട് ഞാൻ ഇട്ടെന്നാൽ തോന്നിയ ദിവസം കാണിക്കല്ലായിരുന്നു. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നാണല്ലോ എന്റെ നേരെ. ആ അതെ. താൻ ഇനിയും ഞങ്ങളെ പറ്റിച്ച് തനിച്ചങ്ങനെ വെട്ടിത്തിന്നാൻ നോക്കണ്ട. പട്ടികളെ.